ഇപ്പൊ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർസിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എക്സാമ്പിൾ വെച്ചിട്ട് എന്താണ് ഒരു ആസിഡിന്റെ കോൺജുഗേറ്റ് ബേസ്, അതുപോലെ തന്നെ ഒരു ബേസിന്റെ കോൺജുഗേറ്റ് ആസിഡ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇപ്പൊ നോക്കാം, എന്താ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്, കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ റെഫേഴ്സ് ടു ദ പെയർ ഓഫ് കോമ്പൗണ്ട്സ് ദാറ്റ് ഡിഫർ ബൈ എ പ്രോട്ടോൺ. നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആസിഡും അതിന്റെ കോൺജുഗേറ്റ് ബേസും, അല്ലെങ്കിൽ ഒരു ബേസും അതിന്റെ കോൺജുഗേറ്റ് ആസിഡും. എന്താണ് അവർ തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ റിലേഷൻ? അവർ തമ്മിൽ പരസ്പരം ഒരു H+ അല്ലെങ്കിൽ ഒരു പ്രോട്ടോണിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പെയർ ഓഫ് കോമ്പൗണ്ട്സ് ദാറ്റ് ഡിഫർ ബൈ എ പ്രോട്ടോൺ. ഒരു പ്രോട്ടോൺ കൊണ്ട് മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പെയർ ഓഫ് കോമ്പൗണ്ട്സ്, അവരെയാണ് നമ്മൾ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് വിളിക്കുന്നത്. The pair of compounds which can mutually accept and donate hydrogen ions is called a conjugate acid base pair. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേത് രീതിയിലും കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറിനെ പറയാം. നോക്കിക്കേ, എ പെയർ ഓഫ് കോമ്പൗണ്ട്സ് വിച്ച് ക്യാൻ മ്യൂച്വലി ആക്സെപ്റ്റ് ആൻഡ് ഡൊണേറ്റ് ഹൈഡ്രജൻ അയോൺ അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു ആസിഡ് ഒരു കോൺജുഗേറ്റ് ബേസ്, അല്ലെങ്കിൽ ഒരു ബേസ് അതിന്റെ കോൺജുഗേറ്റ് ആസിഡിനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരാള് പ്രോട്ടോണിനെ കളയുന്നു, അടുത്ത ആള് പ്രോട്ടോണിനെ വാങ്ങുന്നു അല്ലെ. അതല്ലേ അവർ തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു റിലേഷൻ. അപ്പൊ നമുക്ക് എങ്ങനെയും പറയാം കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറിനെ മ്യൂച്വലി, ഒരു പെയർ ഓഫ് കോമ്പൗണ്ട്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർ മ്യൂച്വലി അല്ലെങ്കിൽ പരസ്പരം ഒരാൾ ഒരു പ്രോട്ടോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, ഒരാൾ ഒരു പ്രോട്ടോണിനെ വിട്ടുകൊടുക്കുന്നു. ഓക്കെ, അങ്ങനെയുള്ള ഒരു പെയർ ഓഫ് കോമ്പൗണ്ട്സിനെ നമുക്ക് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഈ രണ്ട് രീതിയിൽ നമുക്ക് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ഒന്നെങ്കിൽ നമുക്ക് പറയാം പെയർ ഓഫ് കോമ്പൗണ്ട്സ് വിച്ച് ഡിഫർ ബൈ എ പ്രോട്ടോൺ, അല്ലെങ്കിൽ എ പെയർ ഓഫ് കോമ്പൗണ്ട്സ് വിച്ച് മ്യൂച്വലി ആക്സെപ്റ്റ് ആൻഡ് ഡൊണേറ്റ് എ പ്രോട്ടോൺ ഓർ ഹൈഡ്രജൻ അയോൺ. അങ്ങനെ നമുക്ക് രണ്ട് രീതിയിൽ ഇവരെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കുക. എ പ്രോട്ടോൺ ഈസ് ആഡഡ് ടു ഒബ്റ്റെയിൻ ദ കോൺജുഗേറ്റ് ആസിഡ് ആൻഡ് എ പ്രോട്ടോൺ ഈസ് റിമൂവ്ഡ് ടു ഗെറ്റ് എ കോൺജുഗേറ്റ് ബേസ് ഓഫ് എ കോമ്പൗണ്ട്. നമ്മൾ തൊട്ട് മുന്നത്തെ എക്സാമ്പിളിൽ പറഞ്ഞതാണ്, നമുക്കൊരു കോൺജുഗേറ്റ് ആസിഡിനെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കോൺജുഗേറ്റ് ആസിഡിനെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു പ്രോട്ടോണിനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെ. ഇപ്പം ഒരു ബേസിനകത്തോട്ട് ഒരു പ്രോട്ടോണിനെ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുക? ഒരു കോൺജുഗേറ്റ് ആസിഡ് കിട്ടുക. അതേസമയം കോൺജുഗേറ്റ് ബേസിനെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു പ്രോട്ടോണിനെ റിമൂവ് ചെയ്യണം അല്ലെ. അതാണ്ട് എക്സാമ്പിൾ നോക്കിക്കേ, ഇവിടെ കോൺജുഗേറ്റ് ആസിഡിനെ കിട്ടിയത് എപ്പോഴാണ്? H2-നകത്തോട്ട് ഒരു H+ ആഡ് ചെയ്ത സമയത്താണ് അല്ലെ. അതേ സമയത്ത് കോൺജുഗേറ്റ് ബേസ് കിട്ടിയത് എപ്പോഴാണ്? ഒരു H+ റിമൂവ് ചെയ്ത സമയത്താണ് അല്ലെ. അപ്പൊ ജനറലി നമുക്ക് പറയാം കോൺജുഗേറ്റ് ആസിഡിനെ നമുക്ക് കിട്ടുന്നത് എപ്പോഴും ഒരു പ്രോട്ടോണിനെ ആഡ് ചെയ്തിട്ടും, ഒരു കോൺജുഗേറ്റ് ബേസിനെ നമുക്ക് എപ്പോഴും കിട്ടുന്നത് എങ്ങനെയാണ്? ഒരു പ്രോട്ടോണിനെ റിമൂവ് ചെയ്തിട്ടുമായിരിക്കും. ഓക്കെ, when the acid loses its proton, it becomes the conjugate base of the acid, and when base accept a proton, it become the conjugate acid of the base. പറഞ്ഞ കാര്യങ്ങൾ തന്നെ പല രീതിയിൽ, പല സെന്റൻസിൽ എഴുതിയേക്കുന്നതേ ഉള്ളൂ കേട്ടോ, പല രീതിയിൽ മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ആസിഡിൽ നിന്നും ഒരു പ്രോട്ടോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ആരായിട്ട് മാറും? കോൺജുഗേറ്റ് ബേസ് ആയിട്ട് മാറും അല്ലെ. പ്രോട്ടോൺ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കോൺജുഗേറ്റ് ബേസ് ആവും അല്ലെ. അപ്പൊ ആസിഡിൽ നിന്നും ഒരു പ്രോട്ടോണിനെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ അത് കോൺജുഗേറ്റ് ബേസ് ആവും. അതുപോലെ തന്നെ ഒരു ബേസ് പ്രോട്ടോണിനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? പ്രോട്ടോൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രോട്ടോൺ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബേസ് എന്തായിട്ട് മാറും? കോൺജുഗേറ്റ് ആസിഡ് ആയിട്ടും മാറും. ഓക്കെ, ഒരേ സെന്റൻസ് തന്നെ നമ്മൾ പല രീതിയിൽ പറഞ്ഞേക്കുന്നേ ഉള്ളൂ കേട്ടോ. കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കാം. ആസിഡിൽ നിന്ന് കോൺജുഗേറ്റ് ബേസ് ഉണ്ടാവും, ആൻഡ് ബേസിൽ നിന്ന് കോൺജുഗേറ്റ് ആസിഡ് ഉണ്ടാവും. എപ്പോഴും ഒരു പ്രോട്ടോൺ ആഡ് ചെയ്യുമ്പോഴാണ് കോൺജുഗേറ്റ് ആസിഡ് ഉണ്ടാവുക, ആൻഡ് ഒരു പ്രോട്ടോണിനെ റിമൂവ് ചെയ്യുന്ന സമയത്താണ് കോൺജുഗേറ്റ് ബേസ് ഉണ്ടാവുക. ഓക്കെ, അതും ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഓർത്ത് വെച്ചേക്കേണ്ടത്, നമുക്കറിയാം ആസിഡിൽ നിന്ന് എപ്പോഴും ഫോം ചെയ്യുന്നത് കോൺജുഗേറ്റ് ബേസ് ആയിരിക്കും. ഓക്കെ, ആസിഡിൽ നിന്ന് കോൺജുഗേറ്റ് ബേസ് ആയിരിക്കും എപ്പോഴും ഫോം ചെയ്യുന്നത്. ഇനി ആസിഡ് എന്ന് പറയുമ്പോൾ തന്നെ അത് സ്ട്രോങ് ആസിഡ് ആവാം, വീക്ക് ആസിഡ് ആവാം അല്ലെ. അപ്പൊ ഈ സ്ട്രോങ് ആസിഡും വീക്ക് ആസിഡും വ്യത്യാസം വരുന്നതിനനുസരിച്ചിട്ട് അവരുടെ കോൺജുഗേറ്റ് ബേസിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? നോക്കിക്കേ, നമ്മൾ എടുക്കുന്ന ആസിഡ് അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആസിഡ് ഒരു സ്ട്രോങ് ആസിഡ് ആണ് എന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ HCl അല്ലെങ്കിൽ H2SO4 പോലെയുള്ള ഏതെങ്കിലും സ്ട്രോങ് ആസിഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവരുടെ കോൺജുഗേറ്റ് ബേസ് എപ്പോഴും വീക്ക് ആയിട്ടുള്ള കോൺജുഗേറ്റ് ബേസ് ആയിരിക്കും. എന്നാൽ നമ്മൾ ഒരു വീക്ക് ആസിഡ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, എക്സാമ്പിൾ നമ്മുടെ CH3COOH അല്ലെങ്കിൽ HCOOH, അതായത് അസിറ്റിക് ആസിഡ്, ഫോമിക് ആസിഡ് പോലെയുള്ള വീക്ക് ആസിഡുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് സ്ട്രോങ് ആയിട്ടുള്ള കോൺജുഗേറ്റ് ബേസും ആയിരിക്കും കേട്ടോ.
അപ്പൊ എപ്പോഴും ഒരു ആസിഡിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് കോൺജുഗേറ്റ് ബേസ് ആയിരിക്കും. ആ ആസിഡ് സ്ട്രോങ് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ കോൺജുഗേറ്റ് ബേസ് വീക്ക് ആയിരിക്കും. ആൻഡ് ആസിഡ് വീക്ക് ആണെന്നുണ്ടെങ്കിൽ അവരുടെ കോൺജുഗേറ്റ് ബേസ് സ്ട്രോങ് ആയിരിക്കും. കേട്ടോ, അത് ഓപ്പോസിറ്റ് ആയിരിക്കും. അതും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ഓർത്തു വെച്ചേക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ 2 കൺസെപ്റ്റുകൾ കംപ്ലീറ്റ് കവർ ചെയ്തു. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു അഡീഷണൽ കൺസെപ്റ്റും നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മുടെ മൂന്നാമത്തെ കൺസെപ്റ്റിലോട്ട് ആസിഡ് ബേസ് തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആസിഡ് ബേസ് കൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ മൂന്നാമതായിട്ട് പഠിക്കുന്ന കൺസെപ്റ്റ് ആണ് ലൂയിസ് കൺസെപ്റ്റ്. ഓക്കെ, നമ്മുടെ വൈഡ്ലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റുമാണ് ലൂയിസ് കൺസെപ്റ്റ്. ഇനി ലൂയിസ് കൺസെപ്റ്റ് പ്രകാരം ആസിഡ്സിനെയും ബേസിസിനെയും എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് നോക്കിക്കേ. Acids are those species which having the tendency to gain electron pairs, and such species have vacant orbitals to accommodate one or more electron pairs. അപ്പം നമ്മുടെ H+OH- ബേസിസിലായിരുന്നു നമ്മുടെ അറീനിയസ് കൺസെപ്റ്റില് ആസിഡ്സിനെയും ബേസിസിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്തിരുന്നത്. ഇനി പ്രോട്ടോൺസിന്റെ ബേസിസിൽ പ്രോട്ടോൺസിനെ ആക്സെപ്റ്റ് ചെയ്യാനും പ്രോട്ടോൺസിനെ ഡൊണേറ്റ് ചെയ്യാനും ഉള്ള കേപ്പബിലിറ്റിയുടെ ബേസിസിലായിരുന്നു ലോറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റില് ആസിഡ്സിനെയും ബേസിസിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ലൂയിസ് കൺസെപ്റ്റ് വരുമ്പോൾ ഇലക്ട്രോൺ പെയേഴ്സിനെ ഡൊണേറ്റ് ചെയ്യാനും ആക്സെപ്റ്റ് ചെയ്യാനുമുള്ള ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ടാണ് അവരെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. നോക്കിക്കേ, നമ്മുടെ ലൂയിസ് കൺസെപ്റ്റ് പ്രകാരം ആസിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദോസ് which can gain electron pairs. ഇലക്ട്രോൺ പെയേഴ്സിനെ ഗെയിൻ ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള സ്പീഷീസുകളെയാണ് ആസിഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബേസസ് എന്തായിരിക്കും? which can donate electron pairs. ഇലക്ട്രോൺ പെയേഴ്സിനെ ഡൊണേറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളവര് ബേസസും, അതുപോലെ ഇലക്ട്രോൺ പെയേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളവര് ആസിഡ്സും ആയിരിക്കും. കേട്ടോ, ഇലക്ട്രോൺ പെയേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്യുന്നവര് അല്ലെ ഗെയിൻ ചെയ്യുന്നവര് ആസിഡ്സും, ഡൊണേറ്റ് ചെയ്യുന്നവര് ബേസസും ആയിരിക്കും. ഓക്കെ, ഇനി ആസിഡ്സിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു എന്താണ്? ആസിഡ്സ് എന്ന് പറയുന്നത് സ്പീഷീസ് വിച്ച് ഹാവിംഗ് ദ ടെൻഡൻസി ടു ഗെയിൻ ഇലക്ട്രോൺ പെയർസ്. ഇലക്ട്രോൺ പെയർസിനെ ഗെയിൻ ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ടെന്ന് അല്ലെ. അപ്പൊ ഇലക്ട്രോൺ പെയർസിനെ ഗെയിൻ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് മീൻസ് അവർക്ക് എന്തുണ്ടായിരിക്കും? വേക്കന്റ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ഉണ്ടായിരിക്കും അല്ലെ. എങ്കിലും മാത്രമല്ല വരുന്ന ഇലക്ട്രോൺ പെയർസിനെ ഗെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ആസിഡ്സിന്റെ പ്രത്യേകതയാണ് ദേ ക്യാൻ ഗെയിൻ ഇലക്ട്രോൺ പെയർസ്. ഇലക്ട്രോൺ പെയർസിനെ ഗെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് ആ ഇലക്ട്രോൺ പെയർസിനെ ഗെയിൻ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള വേക്കന്റ് ഓർബിറ്റൽസും പ്രസന്റ് ആയിട്ടുണ്ടായിരിക്കും. ഇനി ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് എന്ന് പറഞ്ഞാൽ വിച്ച് ഡൊണേറ്റ് ഇലക്ട്രോൺ പെയർസ് അല്ലെ. ടെൻഡൻസി ടു ഡൊണേറ്റ് ഇലക്ട്രോൺ പെയർസ്. ഇലക്ട്രോൺ പെയർസിനെ ഡൊണേറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളവരാണ് ബേസസ്. അപ്പൊ ഡൊണേറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളവർ മീൻസ് എന്തുണ്ടായിരിക്കും? അവരിൽ അൺഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് അവൈലബിൾ ആയിരിക്കും. കേട്ടോ, അൺഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് അവൈലബിൾ ആയിട്ടുള്ളവരായിരിക്കും ബേസസ്. ഇനി നമുക്ക് ഈ ലൂയിസ് ആസിഡ്സിനെയും ലൂയിസ് ബേസസിനെയും ഡിഫറെന്റ് ഹെഡിങ്സിന്റെ അണ്ടറിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ലൂയിസ് ആസിഡ്സിനെയും ലൂയിസ് ബേസസിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. നോക്കിക്കേ, ഒന്ന്, all the cations which have the tendency to accept electron pairs are called Lewis acids. നമ്മൾ നോക്കിക്കേ, നമ്മൾ ലൂയിസ് ആസിഡ്സിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? which can gain electron pairs അല്ലെ. ഇലക്ട്രോൺ പെയർസിനെ ഗെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കേപ്പബിലിറ്റി ഉള്ളവരാണ് ആരായിട്ട് കൺസിഡർ ചെയ്തത്? ലൂയിസ് ആസിഡ്സ്, ലൂയിസ് കൺസെപ്റ്റ് പ്രകാരം ആസിഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്തത് അല്ലെ. അപ്പം 2 രീതിയിൽ ഉള്ള ലൂയിസ് ആസിഡ്സിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന്, എല്ലാ കാറ്റയോൺസും. കാറ്റയോൺസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഉള്ളവരാണ്. സോ അവർക്ക് ഇലക്ട്രോൺ പെയർസിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ട് അല്ലെ. അപ്പൊ ഈ എല്ലാ കാറ്റയോൺസിനും ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ കാറ്റയോൺസ് എല്ലാം ലൂയിസ് ആസിഡ്സിന്റെ കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് കോമ്പൗണ്ട് ഓർ കോമ്പൗണ്ട്സ് ഇൻ വിച്ച് സെൻട്രൽ ആറ്റം ക്യാൻ എക്സ്പാൻഡ് ഇറ്റ്സ് വാലൻസ് ഷെൽ ക്യാൻ ബിഹേവ് ആസ് ലൂയിസ് ആസിഡ്സ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ പെയർസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളവരാണല്ലോ ലൂയിസ് ആസിഡ്സ്. അപ്പം ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആയിരിക്കുമല്ലോ ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുക. സോ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സും ലൂയിസ് ആസിഡ്സിന്റെ കാറ്റഗറിയിൽ വരും. ഓക്കെ, അപ്പൊ ആരൊക്കെയാണ് ലൂയിസ് ആസിഡ്സിന്റെ കാറ്റഗറിയിൽ വരുന്നത്? കാറ്റയോൺസിന് പോസിറ്റീവ് ചാർജ് ആണ്. സോ അവർക്ക് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ പെയർസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. സോ എല്ലാ കാറ്റയോൺസും പൊതുവെ ലൂയിസ് ആസിഡ്സിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് എന്തിനു ശ്രമിക്കും? ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലെ. അപ്പൊ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സും ലൂയിസ് ആസിഡ്സിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി എക്സാമ്പിൾസ് ഇവിടെ നോക്കാം. നോക്കിക്കേ, ഇവിടെ
നമ്മൾ പറഞ്ഞു കാറ്റിയോൺസിനെല്ലാം പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉണ്ട്, ലൂയിസ് ആസിഡ്സ് ആയിട്ട് ബിഹേവ് ചെയ്യും എന്ന് പറഞ്ഞു. ഇപ്പൊ എക്സാമ്പിൾസ് നോക്കിക്കേ. സ്മോളർ കാറ്റിയോൺസ് ആയിട്ടുള്ള H+, Li+, ബെർലിയം 2+, ഇവരെല്ലാം സ്ട്രോങ് ലൂയിസ് ആസിഡ്സ് ആണ്. ബിക്കോസ് അവർക്ക് എല്ലാവർക്കും എന്താ ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സ്മോളർ കാറ്റിയോൺസ് ആയിട്ടുള്ള H+, Li+, ബെർലിയം 2+, എല്ലാം തന്നെ നമ്മുടെ ലൂയിസ് ആസിഡ്സിന്റെ കാറ്റഗറിയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ലാർജർ കാറ്റിയോൺസ് ഓഫ് ആൽക്കലി ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ബിഹേവ് ആസ് റിലേറ്റീവ്ലി വീക്കർ ലൂയിസ് ആസിഡ്സ് ഡ്യൂ ടു ദെയർ ലെസർ ടെൻഡൻസി ടു ആക്സെപ്റ്റ് ഇലക്ട്രോൺസ്. ഇനി നമ്മുടെ ഇതിപ്പോ നമ്മൾ പറഞ്ഞു സ്മോളർ കാറ്റിയോൺസിന് ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി വളരെ കൂടുതലാണ്. സോ സ്മോളർ കാറ്റിയോൺസ് എല്ലാം സ്ട്രോങ് ആയിട്ടുള്ള ലൂയിസ് ആസിഡ്സ് ആയിട്ട് ആക്ട് ചെയ്യും. പക്ഷെ ഇപ്പൊ ആൽക്കലി മെറ്റൽസ് അല്ലെങ്കിൽ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ കാറ്റിയോൺസ് എന്ന് പറഞ്ഞാൽ പൊതുവെ ലാർജർ സൈസ്ഡ് ആയിട്ടുള്ള കാറ്റിയോൺസ് ആണ്. ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാല് ഇവർക്ക് ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി വളരെ കുറവാണ് മീൻസ് അവരുടെ ആസിഡിക് ബിഹേവിയറും എങ്ങനെയായിരിക്കും, കുറവായിരിക്കും അല്ലെ. ദാറ്റ് മീൻസ് ലാർജർ കാറ്റിയോൺസ് ഓഫ് ആൽക്കലി ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ബിഹേവേഴ്സ് എന്താണ് വീക്ക് ലൂയിസ് ആസിഡ് കേട്ടോ. പക്ഷെ സ്മോളർ കാറ്റിയോൺസ് എല്ലാം പോസിറ്റീവ് ചാർജ് വരുന്ന സ്മോളർ കാറ്റിയോൺസ് എല്ലാം പൊതുവെ സ്ട്രോങ് ആയിട്ടുള്ള ലൂയിസ് ആസിഡ്സ് ആണ്. എന്നാൽ ആൽക്കലി ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാറ്റിയോൺസിന് ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി വളരെ കുറവാണ്, ടെൻഡൻസി വളരെ കുറവാണ്. സോ അവര് വീക്ക് ആയിട്ടുള്ള ലൂയിസ് ആസിഡ്സ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, then higher charged cations have the higher tendency to accept electrons relative to the lower charged cations of the metal. ഇനി അടുത്തൊരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് നമ്മളിപ്പം Fe ഫെറസിന്റെ അയണിന്റെ രണ്ട് കാറ്റയോൺസ് കൺസിഡർ ചെയ്യാണ്, Fe2+ഉം Fe3+. ഇവിടെ പോസിറ്റീവ് ചാർജ് കൂടുതൽ ആർക്കാണ്, Fe3+നാണ് അല്ലെ. Fe2+ന്റെ കേസിൽ +2 ആണ്, Fe3+ന്റെ കേസിൽ +3 ആണ്. അപ്പൊ പോസിറ്റീവ് ചാർജ് ആർക്ക് കൂടി, Fe3+ന് കൂടി അല്ലെ. ഇപ്പൊ പോസിറ്റീവ് ചാർജ് കൂടുന്നതിനനുസരിച്ചിട്ട് അവർക്ക് ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റിയും കൂടുകയാണ് അല്ലെ. ദാറ്റ് മീൻസ് അവരുടെ ലൂയിസ് ആസിഡ് നേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ സെയിം മെറ്റലിന്റെ തന്നെ പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവർക്ക് ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള കഴിവ് ഇൻക്രീസ് ചെയ്യുന്നു. അതുവഴി അവരുടെ ലൂയിസ് ആസിഡിക് നേച്ചറും ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മള് ലൂയിസ് ആസിഡ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് രണ്ട് രീതിയിലാണ്. ഒന്നാമത്തത് എല്ലാ കാറ്റയോൺസും പൊതുവെ ലൂയിസ് ആസിഡ്സിന്റെ കാറ്റഗറിയിൽ വരുന്നു. അതിൽ തന്നെ 3 ഡിഫറെന്റ് കേസസ് നമ്മൾ പറഞ്ഞു. ഒന്ന് സ്മോളർ സൈസ്ഡ് ആയിട്ടുള്ള കാറ്റയോൺസ് അല്ല, Hi+, Li+, H+, Be2+, ഇതെല്ലാം സ്മോളർ സൈസ്ഡ് കാറ്റയോൺസ് ആണ്. അവരെല്ലാവരും സ്ട്രോങ് ആയിട്ടുള്ള ലൂയിസ് ആസിഡ്സ് ആണ്. ബിക്കോസ് അവർക്ക് എല്ലാവർക്കും ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി വളരെ കൂടുതലാണ്. ദെൻ ലാർജർ സൈസ്ഡ് ആയിട്ടുള്ള ആൽക്കലി ഓർ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ കാറ്റയോൺസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള കഴിവ് വളരെ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ അവര് വീക്ക് ലൂയിസ് ആസിഡ്സ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഇനി നമ്മൾ സെയിം എലമെന്റിന് തന്നെ 2 ഡിഫറെന്റ് ചാർജസ് കൺസിഡർ ചെയ്താൽ എപ്പോഴും പോസിറ്റീവ് ചാർജ് കൂടുതലുള്ള ആൾക്കായിരിക്കും ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള കഴിവ് കൂടുതൽ. സോ അവരായിരിക്കും ബെറ്റർ ലൂയിസ് ആസിഡ്സ് ആയിട്ട് ആക്ട് ചെയ്യുക. Fe2+, Fe3+ കൺസിഡർ ചെയ്താൽ Fe3+ ആയിരിക്കും സ്ട്രോങ്ങർ ലൂയിസ് ആസിഡ്സ് ആയിട്ട് ആക്ട് ചെയ്യുക. ദെൻ അടുത്ത നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള സ്പീഷീസുകൾ. ഓക്കെ, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള സ്പീഷീസുകൾ അല്ലെങ്കിൽ അവരുടെ വാലൻസ് ഷെല്ല് എക്സ്പാൻഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് അവരും ലൂയിസ് ആസിഡ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ഈ എക്സാമ്പിൾസ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. നമ്മുടെ ബോറോൺ ട്രൈഫ്ലൂറൈഡ് BF3, AlCl3, GeCl2 ഇവരെല്ലാവരും ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ 3 ആളുകളും ലൂയിസ് ആസിഡ്സിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ഈ എക്സാമ്പിൾസ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വെച്ചേക്കണേ. നമുക്ക് ചിലപ്പം കുറെ എക്സാമ്പിൾസ് തന്നിട്ട് ലൂയിസ് ആസിഡ്സും ലൂയിസ് ബേസസും ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് ചോദിക്കും കേട്ടോ. അപ്പൊ ഓർത്ത് വെച്ചേക്കുക, BF3, AlCl3, GeCl2 ഇത് 3ഉം ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള സ്പീഷീസുകളാണ്. അതുകൊണ്ട് തന്നെ ഇവര് 3 പേരും ലൂയിസ് ആസിഡ്സ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ SiF4, SnCl4, SbCl3, SbCl5, TeBr4, SO3
ഈ ഇത്രയും കോമ്പൗണ്ട്സ് നമ്മൾ കൺസിഡർ ചെയ്താലും ഇവർക്ക് ഇവരുടെ വാലൻസ് ഷെൽ എക്സ്പാൻഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളവരാണ്. സോ ഇത്രയും ആളുകളും ലൂയിസ് ആസിഡ്സ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു കേട്ടോ. അപ്പൊ ഇത്ര എക്സാമ്പിൾസ് കൂടെ നോക്കി വെച്ചേക്ക്. നമ്മൾ കാറ്റയോൺസ് എല്ലാം ലൂയിസ് ആസിഡ്സ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ BF3, AlCl3, GeCl2, SiF4, SnCl4, SbCl3, SbCl5, TeBr4, SO3 ഇത്രയും ആളുകളും ലൂയിസ് ആസിഡ്സ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് കേട്ടോ. എക്സാമ്പിൾസ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക, ചോദിക്കാറുണ്ട്.